നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിലെ അസദ് ഭരണകൂടത്തിന് പണികൊടുത്തത് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇത് യുഎസിന്റെയും ഇസ്രയേലിന്റെയും സംയുക്ത പദ്ധതിയാണ്. ഇതിനുള്ള തെളിവ് തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ പരമോന്നത നേതാവ് പറയുന്നു. സിറിയയിലെ ബാഷർ അൽ അസദ് സർക്കാരിനെ വിമതർ അട്ടിമറിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഖമനേയി പ്രതികരിക്കുന്നത്. സിറിയയിൽ നടന്ന കാര്യങ്ങളിൽ ഒരു അയൽ രാജ്യത്തിന് പങ്കുണ്ട്. അവർ ഇപ്പോഴും സിറിയയിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തുർക്കിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഖമനേയി ഉയർത്തിയത്. സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തുർക്കിയും ഉത്തരവാദികളാണ്. അസദിന്റെ വീഴ്ച ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ വിരുദ്ധ പ്രതിരോധ അച്ചുതണ്ടിനെ ദുർബലമാക്കിയെന്ന വാദം പൂർണ്ണമായി നിരാകരിച്ചു ഖമനേയി. ഇറാൻ വീര്യവും കരുത്തുമുള്ള രാജ്യമാണ്. ഇനിയും ഞങ്ങൾ ശക്തിയാർജിക്കും. ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങൾ, സിറിയയിലെ ഖതൈബ് ഹിസ്ബുള്ള, സിറിയയിലെ അസദ് പക്ഷം തുടങ്ങിയവ ഉൾപ്പെടുന്നതായിരുന്നു ഇസ്രയേലിനെതിരായ ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ട്. ഈ സംഘങ്ങളെയെല്ലാം നിർവീര്യമാക്കുന്നതിൽ ഇതിനകം തന്നെ ഇസ്രയേൽ വിജയിച്ചു കഴിഞ്ഞു. സിറിയയിൽ സംഭവിച്ചത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കമാൻഡ് റൂമുകളിൽ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് എന്ന് ഖമനേയി തുറന്നടിച്ചു. അസദിനെ അട്ടിമറിക്കുന്നതിൽ പ്രാഥമിക ആസൂത്രണം നടത്തിയത് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി. എന്നാൽ പിന്നീട് തുർക്കിയും അവരുടേതായ പങ്കുവഹിച്ചു. സർക്കാർ വിരുദ്ധ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന ഇറാന്റെ ആരോപണം പൂർണ്ണമായി തുർക്കി നിരാകരിച്ചു. ഖമനേയിയുടെ ഈ പരാമർശത്തിന് മുൻപ് ഇറാന്റെ സ്ട്രാറ്റജിക് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് വളരെ വ്യക്തമായി തുർക്കിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിൽ തുർക്കിയുടെ പങ്ക് വളരെ വ്യക്തമാണ്. സിറിയയിൽ വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്തിയവർക്ക് വ്യത്യസ്തമായ താൽപ്പര്യങ്ങളുണ്ട് എന്ന് ഖമനേയി പറയുന്നു. അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ വടക്കൻ മേഖലകൾ, തെക്കൻ സിറിയയുടെ ഭൂമി പിടിച്ചെടുക്കാൻ, മറ്റു ചിലർ അങ്ങനെ ഓരോരോ മേഖലകളിൽ അവരവരുടേതായ സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. വടക്കൻ സിറിയയിൽ തുർക്കിക്ക് സൈന്യമുണ്ട്. തെക്ക് ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നുകൾക്ക് കിഴക്കുള്ള ബഫർ സോണിലേക്ക് സൈന്യത്തെ അയച്ചു. കുർദിഷ് സേനയെ സഹായിക്കാൻ സിറിയയിൽ ചില സൈനികരെ തന്നെ അമേരിക്ക അണിനിരത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഖമനേയിയുടെ പ്രസംഗം. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ ചിലർ അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നതും ഈ വീഡിയോയിൽ കേൾക്കാം. ഇറാന്റെ നിർണായക സഖ്യശക്തിയായിരുന്നു അസദ് ഭരണകൂടം. അസദിന്റെ വീഴ്ച ഇറാനെ ഏറെ പരിക്കേൽപ്പിച്ചിരിക്കുന്നു. പ്രദേശത്തുടനീളമുള്ള തങ്ങളുടെ പ്രോക്സി സേനകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞത് ഇറാനെ വിറപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പരാജയത്തിന്റെ വക്കിലാണിപ്പോൾ ഇറാൻ. അതുകൊണ്ടാണ് തങ്ങൾ ഇനിയും ശക്തി ആർജിക്കുമെന്ന് ഖമനേയി പോലും പറയുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള പൂർണ്ണമായി ആയുധങ്ങളുടെ കാര്യത്തിൽ നിർവീര്യരായി എന്ന റിപ്പോർട്ടുകൾ മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഇറാനിൽ നിന്ന് തന്നെ വരുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ഇറാന്റെ ചില പ്രസ്താവനകൾ പുറത്തു വരുന്നു. നേരത്തെ ജൂതരാഷ്ട്രത്തെ വെടിനിർത്തലിന് നിർബന്ധിതരാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേലിന് കഠിനമായ പ്രഹരം കൊടുത്തുവെന്നാണ് ഖമനേയി പറഞ്ഞിരുന്നത്. ആയിരക്കണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളും അതിന്റെ മിക്കവാറും എല്ലാ മുതിർന്ന നേതാക്കളും ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. അൽ-ഖ്വയ്ദയുടെ ഒരു ശാഖയായി പ്രവർത്തനങ്ങൾ ആരംഭിച്ച സുന്നി ജിഹാദിസ്റ്റ് ഗ്രൂപ്പാണ് ഹയാത്ത് തഹ്രീർ അൽ-ഷാം. ഇസ്രയേലിനെതിരായ പോരാട്ടത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ ശക്തി കുറഞ്ഞതാണ് ഇപ്പോൾ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയെന്ന് ഇറാനും കണക്കുകൂട്ടുന്നു. അസദ് ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ പോരാട്ടം നടത്തിയ HTS മുൻപ് കുർദിഷ് സേനയ്ക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ആക്രമണങ്ങളിൽ കുർദിഷ് സേനയെ ജയിക്കാൻ പോലും കഴിയാതിരുന്ന HTS ആണ് ഇപ്പോൾ ഔദ്യോഗിക ഭരണം കൈയാളിയിരുന്ന അസദിനെ തകർത്ത് താഴെയിട്ടത്. ഇറാനും വിമത ഗ്രൂപ്പുകൾക്കുമിടയിൽ ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നു. എന്നാൽ സിറിയയുമായി ഒരു സൗഹൃദ ബന്ധം തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഖമനേയി വ്യക്തമാക്കി. ഇറാനും സിറിയയ്ക്കുമിടയിൽ ഒരു നീണ്ട ചരിത്രമുണ്ട്. ഞങ്ങളുടെ സൗഹൃദ ബന്ധം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഖമനേയി പറഞ്ഞത്. ഖമനേയിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി പ്രതികരിച്ചു. സിറിയയിലെ പുതിയ ഭരണകൂടം ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ഇറാനിയൻ ആയുധങ്ങളോ മറ്റേതെങ്കിലും ആയുധങ്ങളോ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതും ശക്തമായ നിലയിൽ. ഞങ്ങളുടെ ആക്രമണം കനത്തതായിരിക്കും, അതിന് നിങ്ങൾ തക്ക വില നൽകേണ്ടി വരും.
പ്രതിരോധം ദുർബലമാകുമ്പോൾ ഇസ്ലാമിക ഇറാനും ദുർബലമാകുമെന്ന് ഇസ്രയേൽ കരുതരുത് എന്ന് ഖമനേയി പറയുന്നു. ദൈവത്തിൻ്റെ സഹായത്തോടെ ഇറാൻ കൂടുതൽ ശക്തമാകും. കൂടുതൽ ശക്തമാകുന്ന ഇറാനെ നേരിടാൻ ഇസ്രയേൽ ഭയപ്പെടുമെന്നാണ് ഖമനേയി പറയുന്നത്. ഇറാന്റെ ശക്തി ഏറെ ചോർന്നുപോയി എന്നും പ്രോക്സികൾ പൂർണ്ണമായി നിലംപൊത്തിയെന്നും ഇസ്രയേൽ തിരിച്ചടിച്ചു. ഇനി ബാക്കി ഞങ്ങൾ ഇറാനായി കരുതി വച്ചിട്ടുണ്ട്, അത് വൈകില്ല. സിറിയയിൽ നീണ്ട 50 വർഷത്തിനിടയിൽ സാധ്യമാകാത്തതാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഇസ്രയേൽ നേടിയെടുത്തത്. 480 വ്യോമാക്രമണങ്ങളിലായി കരനാവിക വ്യോമസേനയുടെ ആയുധശേഖരം അത്രയും തകർത്തെറിഞ്ഞു ഇസ്രയേൽ. സിറിയൻ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗോലാൻ കുന്നുകൾക്കപ്പുറത്തുള്ള ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ പ്രവേശിച്ച ഇസ്രയേൽ തങ്ങളുടെ കൈവശമുള്ള ഭൂമി ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ സിറിയൻ മണ്ണിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങണമെന്ന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നു. ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യമാണ് ഇസ്രയേലിനുള്ളത്. അതിനുവേണ്ട ശക്തമായ ആക്രമണങ്ങൾ ഞങ്ങൾ തുടരുമെന്ന പ്രഖ്യാപനം ഇപ്പോഴും ഇസ്രയേൽ നടത്തുന്നു. ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിവർക്കുമേൽ ഏൽപ്പിച്ച മാരക പ്രഹരത്തിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ സിറിയയിലെ അസദ് ഭരണകൂടം നിലംപൊത്തിയത് എന്ന് ഇസ്രയേൽ വിവരിക്കുന്നു. ലോകത്തിന് അപകടകരമായ ഈ അച്ചുതണ്ട് ഇതുവരെ അപ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ പശ്ചിമേഷ്യയുടെ മുഖം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു. ഇസ്രയേൽ വ്യോമസേന നടത്തിയ 480 ആക്രമണങ്ങളിൽ 350 പൈലറ്റുമാർ പറത്തിയ ബോംബറുകൾ നേരിട്ടായിരുന്നു. സ്കഡ്, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ ദമസ്കസ്, ഹോംസ്, തർത്തൂസ്, ലതാക്കിയ, പാൽമിറ എന്നിവിടങ്ങളിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും അവർ ലക്ഷ്യമിട്ടു. സൈനിക സംവിധാനങ്ങൾ, ലോഞ്ചറുകൾ എന്നിവ ഓരോന്നും തെരഞ്ഞുപിടിച്ച് അതൊക്കെ ചാമ്പലാക്കി. അൽബെയ്ദ നാവികസേന തുറമുഖങ്ങളിലെ 15 യുദ്ധക്കപ്പലുകൾ തകർത്തെറിഞ്ഞു. ദമസ്കസിന് സമീപം മെസെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ട സൈനിക കോപ്റ്ററുകൾ പൂർണ്ണമായി തീയിട്ട് നശിപ്പിച്ചു. 1974 ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വന്ന ബഫർ സോൺ ഇല്ലാതായി എന്ന് മാത്രമല്ല, സിറിയയിൽ കുറേയേറെ പ്രദേശങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിരിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ദമാസ്കസ് നഗരത്തിലുടനീളം ബോംബുകൾ പതിക്കുന്ന ശബ്ദമായിരുന്നു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. പതിറ്റാണ്ടുകൾക്കിടെ തലസ്ഥാന നഗരം ഇത്ര ഭീകരമായി ആക്രമിക്കപ്പെട്ടിട്ടില്ല. വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഇതുവരെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞില്ല എന്നതാണ് ഏറെ പ്രത്യേകത. ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ തങ്ങൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് പ്രഖ്യാപിച്ചു. ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ സുരക്ഷാ സേനയെ തങ്ങൾ ഇല്ലാതാക്കും. രാസായുധങ്ങൾ ഒളിപ്പിച്ചയിടങ്ങൾ കണ്ടെത്തി അവ സുരക്ഷിതമാക്കുമെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും വാക്കുകൊടുത്തു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും സിറിയയുടെ മുൻ പ്രസിഡന്റുമായ ഹഫീസ് അൽ അസദിന്റെ ശവകുടീരം വിമതർ അഗ്നിക്കിരയാക്കി. വടക്കൻ സിറിയയിലെ കർദാഹിയിൽ സ്ഥിതി ചെയ്തിരുന്ന ശവകുടീരമാണ് വിമതർ തകർത്തത്. ശവകുടീരത്തിന് തീയിട്ടതിനു ശേഷം അവിടെ സിറിയൻ പതാകയുമായി നിൽക്കുന്ന വിമതരുടെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. രാജ്യത്തിന് പുറത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വിമത നേതാവ് പ്രഖ്യാപിച്ചു. എല്ലാ പൗരരെയും സംരക്ഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി അൽ ബഷീർ പറഞ്ഞു. സിറിയയുടെ പക്കൽ വിദേശ നാണ്യം ഒന്നുമില്ല, കരുതൽ ധനശേഖരവുമില്ല. ഖജനാവിൽ സിറിയൻ പൗണ്ട് മാത്രമേയുള്ളൂ. ഒരു $1 വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ 35,000 നാണയം എണ്ണിക്കൊടുക്കണം. ഞങ്ങളുടെ കയ്യിൽ വിദേശ നാണയമില്ല. വായ്പകളുടെയും ബോണ്ടുകളുടെയും വിവരം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി അതീവ മോശമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഞങ്ങൾ തിരിച്ചെത്തിക്കും. രാജ്യത്ത് അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പ്രഖ്യാപിച്ചു. സിറിയയിലുള്ള 900 അമേരിക്കൻ സൈനികർ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. സേന വിമത സഖ്യവുമായി ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചു. വിമതസേനയെ നയിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷം US-ന്റെ ഭീകരപ്പട്ടികയിലുള്ളതിനാൽ ചർച്ച എങ്ങനെ വേണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ HTS-നെ ഭീകരപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും തലയ്ക്ക് വിലയിട്ട ജുലാനിയെ അതിൽ നിന്ന് മാറ്റുമെന്നും ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ വരുന്നു. പുതിയ സർക്കാരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം സിറിയയിലെ സൈനിക സാന്നിധ്യം തുടരണമോ എന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നാണ് റഷ്യ പറയുന്നത്. ചില താവളങ്ങളിലെ റഷ്യൻ പോർവിമാനങ്ങൾ സിറിയ വിട്ടു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു.
വടക്കൻ മേഖലയിൽ US പിന്തുണയുള്ള കുർദിഷ് സിറിയൻ ഫോഴ്സും തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ വിമതരും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ആ മേഖലകളിൽ സർക്കാർ ഓഫീസുകൾ തുറക്കാനും പൊതുഗതാഗതമടക്കം സേവനങ്ങൾ പുനരാരംഭിക്കാനുമുള്ള തീരുമാനം ഇരുകൂട്ടരും സംയുക്തമായി കൈക്കൊണ്ടു. സിറിയൻ മണ്ണിലുള്ള ഇസ്രായേൽ സൈനികർ ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശക്തമായ സേനാ സാന്നിധ്യമാണ് ഇപ്പോഴും ഗോലാൻ കുന്നുകളിൽ. മൗണ്ട് ഹെർബോൺ അടക്കം തങ്ങൾ പിടിച്ചെടുത്ത മണ്ണ് സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയുമായി ഇസ്രയേൽ. മറുവശത്ത് അമേരിക്ക HTS നേതാക്കളുമായി ചർച്ചകൾ തുടരുന്നു. പശ്ചിമേഷ്യയുടെ ഭൂപടം തങ്ങൾ മാറ്റിവരയ്ക്കും എന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഒരു തരത്തിൽ നടപ്പാകുന്നു. അതിന്റെ അസ്വസ്ഥതയാണ് ഖമനേയിയുടെ വാക്കുകളിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.